നമസ്കാരം. റാഫ് ടോക്ക് മലയാളത്തിലേക്ക് അവർക്കും സ്വാഗതം. മറ്റൊരു ISL ക്ലബ്ബ് കൂടി കോച്ചുമായിട്ട് മ്യൂച്വൽ എഗ്രിമെൻറ്റിൽ വഴിപിരിഞ്ഞിരിക്കുകയാണ്. ISL നിന്ന് നടക്കുമെന്നൊരു ഉറപ്പുമില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും കോച്ചുമാർ ഓപ്പർച്യൂണിറ്റീസ് കിട്ടുമ്പോൾ വിട്ടുപോകും. ബംഗളൂരു FC കോച്ച് പോയത് നമ്മൾ കണ്ടു. ഇപ്പോഴിതാ ഒഡീഷ FCയുടെ കോച്ച് പോയിരിക്കുകയാണ്. സെർജിയോ ലൊബേറ ഒഡീഷ FCയുമായിട്ട് വഴി പിരിഞ്ഞ കാര്യം അവർ ഒഫീഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിലൂടെ അറിയിക്കുന്നു. അവരുടെ ക്ലബ് സ്റ്റേറ്റ്മെൻറ്റ് ഇങ്ങനെയാണ്: ഒഡീഷ FCയും ഹെഡ് കോച്ച് സെർജിയോ ലൊബേറയും മ്യൂച്വലി എഗ്രി ചെയ്തുകൊണ്ട് പരസ്പരം പിരിയുകയാണ്. ഒഡീഷ FC ആൻഡ് ഹെഡ് കോച്ച് സെർജിയോ ലൊബേറ ഹാവ് മ്യൂച്വലി എഗ്രീഡ് ടു പാർട്ട് വേസ്. ക്ലബ്ബ് കോച്ച് സെർജിയോ ലൊബേറയുടെ ഡെഡിക്കേഷനും പ്രൊഫഷണലിസത്തിനും അദ്ദേഹം ക്ലബ്ബിൽ ഉണ്ടായിരുന്ന സമയത്ത് നൽകിയിട്ടുള്ള കോൺട്രിബ്യൂഷൻസിനും ഒക്കെ നന്ദി പറയുകയാണ്. അതോടൊപ്പം അദ്ദേഹത്തിൻ്റെ ഭാവി സംരംഭങ്ങൾക്ക് എല്ലാവിധ നന്ദിയും അറിയിക്കുന്നു. ഇത്രയും കുറിച്ച ശേഷം അവർ പിന്നെ എഴുതിയിട്ടുള്ള വരികൾ നോക്കുക. ദി ക്ലബ് ഈസ് വെയിറ്റിംഗ് ഫോർ ക്ലാരിറ്റി ഓൺ ദി ലീഗ് ആൻഡ് വിൽ മേക്ക് ആൻ അനൗൺസ്മെൻറ്റ് റിഗാർഡിംഗ് ദി ന്യൂ ഹെഡ് കോച്ച് അക്കോർഡിംഗ്ലി. അതായത് ക്ലബ്ബ് ഇപ്പോൾ പുതിയൊരു കോച്ചിനെ അപ്പോയിൻ്റ് ചെയ്ത് അത് അനൗൺസ് ചെയ്യുന്നില്ല, മറിച്ച് ക്ലബ്ബ് വെയിറ്റ് ചെയ്യുകയാണ്. ലീഗിനെ കുറിച്ചുള്ള വിവരങ്ങൾക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയാണ്, ക്ലാരിറ്റിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. എന്ന് പറയുമ്പോൾ എന്താ, ഇതാണ് ഇന്ത്യൻ ഫുട്ബോളിൻ്റെ നേർചിത്രം. ഒരു കോച്ച് ക്ലബ്ബ് വിട്ടു, പുതിയൊരു കോച്ചിനെ ഇപ്പോൾ ക്ലബ്ബുകൾക്ക് വെക്കേണ്ട കാര്യമില്ല, കാരണം കളിയില്ലല്ലോ. കളിയില്ലെങ്കിൽ ഇപ്പോൾ എന്തിനു കോച്ച്? അതുകൊണ്ട് വെയിറ്റ് ചെയ്യുകയാണ്. ലീഗിൻ്റെ കാര്യത്തിലൊരു ക്ലാരിറ്റി കിട്ടുന്നതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയാണ് എന്ന് ഒഡീഷ FC ഒഫീഷ്യലായിട്ട് അറിയിച്ചിരിക്കുകയാണ്. നമുക്കറിയാം, ഇദ്ദേഹം സെർജിയോ ലൊബേറ ഇന്ത്യയിൽ വലിയ രൂപത്തിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുള്ള ആളാണ്. അദ്ദേഹം FC ഗോവയെ പരിശീലിപ്പിച്ചു, മുംബൈ സിറ്റി FCയെ പരിശീലിപ്പിച്ചു, പിന്നെ ഒഡീഷ FCയിലേക്ക് അദ്ദേഹം 2023 എത്തിയത്. ഇപ്പോഴിതാ അദ്ദേഹം അവിടം വിട്ടിരിക്കുന്നു. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.